ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസം കൂടി സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായിട്ട് നൽകിയല്ലോ. കർത്താവിൻ്റെ കരുതലും കൃപയും കരുണയും മനസ്സലിവും ഒക്കെ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമുക്കിടയാക്കുന്നല്ലോ. ചില സമയങ്ങൾ ഒരു ചെറിയ ദൈവവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഞാൻ ഇന്ന് നൽകിയിരിക്കുന്ന സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ദൈവിക വിടുതൽ എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തെ വേണമെങ്കിൽ കരുതലിൻ്റെ പുസ്തകമെന്നോ വിടുതലിൻ്റെ പുസ്തകമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. എന്തുകൊണ്ടാണ്? കാലാകാലങ്ങളിൽ യുഗായുഗങ്ങളായി ഓരോ കാലത്തും ജീവിച്ചിരുന്ന ദൈവഭക്തന്മാരായ മനുഷ്യർക്ക് അവരുടെ നിത്യജീവിതത്തിലടക്കം ദൈവം നൽകിക്കൊടുത്ത കരുതലുകളും വിടുതലുകളും നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം കരുതലുകളുടെ പുസ്തകം, വിടുതലിൻ്റെ പുസ്തകം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. മറഞ്ഞിരിക്കുന്ന വിടുതലുകൾ എന്താണ്? സത്യത്തിൽ മറഞ്ഞിരിക്കുന്ന വിടുതലുകൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം മാറായിൽ എത്തിയാറെ അവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളമില്ലായിരുന്നു. ഞങ്ങൾ എന്ത് കുടിക്കും എന്നവർ ചോദിച്ചു. എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന് തൊട്ട് മുൻപുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മിസ്രൈം ദേശത്ത് അടിമകളായി പാർത്ത ഇസ്രായേൽ മക്കൾ ഏകദേശം 400-ലധികം സംവത്സരങ്ങളാണ് അവരവിടെ അടിമകളായി പാർത്തത്. അവരുടെ കൂലിക്ക് പ്രതിഫലമില്ല. അവരവരുടെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് രാപ്പകൽ കഷ്ടപ്പെട്ട് അവിടെ അടിമവേല ചെയ്യുകയാണ്. മതിയായ കൂലി അവർക്ക് കിട്ടുന്നില്ല. ഞെരുക്കവും ഇടുക്കവും കണ്ണുനീരും മാത്രമാണ്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തി. മിസ്രൈമിലെല്ലാം വലിയ കരച്ചിലും നിലവിളിയും കടിഞ്ഞൂൽ സംഹാരവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിന്റെ പാളയങ്ങളിൽ പുറപ്പാടിനു വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ദൈവം അവരെ സർവ്വസമ്പന്നരായിട്ടാണ് അവരെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. എങ്ങനെയാണ് ദൈവം അവരെ സമ്പന്നരാക്കിയതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ ചുറ്റുപാടും പാർക്കുന്നവരോട് അവർ ചോദിച്ചത് പലതും അവർക്ക് ഔദാര്യ മനസ്സോടുകൂടി അവർ നൽകിക്കൊടുത്തു. അങ്ങനെ സർവ്വസമ്പന്നരായിട്ടാണ് അവർ പുറപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അകത്ത് ഒരു ആത്മീക ദൂതുണ്ട്. ശ്രദ്ധിക്കുക, അനേക വർഷങ്ങൾ അവരുടെ അധ്വാനത്തിനും അവരുടെ കൂലിക്കും പ്രതിഫലം കിട്ടാതെ അവർ കഷ്ടപ്പെട്ടപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ്, ഒരു ദിവസം കൊണ്ടാണ് ദൈവം അവരെ സമ്പന്നരാക്കിയത്. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. ഒരുപക്ഷെ എൻ്റെ അധ്വാനത്തിന് എനിക്ക് കൂലി കിട്ടുന്നില്ല, എൻ്റെ കണ്ണുനീരിന് എനിക്ക് മറുപടി കിട്ടുന്നില്ല, എൻ്റെ ജീവിതത്തിന് ഒരു സ്വാതന്ത്ര്യമില്ല, എനിക്ക് വിശാലമായി ജീവിക്കാനായിട്ട് പറ്റുന്നില്ല, ഇടുക്കങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും മധ്യത്തിലാണ് ഞാൻ, എൻ്റെ അവസ്ഥകൾ ആരും അറിയുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സ്വാതന്ത്ര്യമുള്ള നിറവുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകുന്നില്ല? വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം നഷ്ടപ്പെടുത്താതെ ദൈവിക വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോയിക്കൊള്ളുക. വർഷങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കും മിനിറ്റുകൾക്കുള്ളിൽ മറുപടി നൽകി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ വേദഭാഗത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ. സംവത്സരങ്ങൾ നേരിടുന്ന കഷ്ടതകളുടെയും വേദനകൾക്കും ഒരുപക്ഷെ മതിയായ കൂലി പോലും കിട്ടാത്ത ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കും ദൈവം നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് മറുപടി നൽകി തന്ന് നമ്മളെ വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണെന്നുള്ളത് മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ രാത്രി കൊണ്ട് യാത്ര ചെയ്ത് പിന്നീട് എത്തിച്ചേർന്ന സ്ഥലം എന്ന് പറയുന്നത് ചെങ്കടലാണ്. ആ ചെങ്കടലിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക് മുൻപോട്ട് പോകുവാൻ വഴിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ടു എന്നുള്ളതാണ്. മുൻപിൽ ഭയങ്കരമായ ഒരു കടൽ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. പുറകിൽ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രബല ശക്തിയായ ഫറവോനും സൈന്യവും അതിവേഗം ഉള്ള
ദ്രുതഗതിയിൽ രഥങ്ങളുമായി ഫറവോന്റെ സൈന്യവും ഇസ്രായേൽ ജനത്തെ പിന്തുടരുകയാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം 30 ലക്ഷത്തിലധികം ആളുകളാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ വരെ അവർ അടിമകളായി കിടന്നവരാണ്. എൻ്റെ ചിന്തയനുസരിച്ച് ശാരീരികമായിട്ടും അവർ ക്ഷീണിതരായിരിക്കാം. കാരണം മതിയായ ഭക്ഷണമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയത്തില്ല. അടിമവേല നിമിത്തം അവർ ദൈവത്തോട് നിലവിളിച്ചു എന്നാണ്. അവരുടെ ജീവിതം കയ്പായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്ന കാര്യം, മതിയായ ഭക്ഷണം പോലും ഇല്ലാതെ അധ്വാന ഭാരം കൊണ്ട് കഠിനമായ ജോലി അനേക വർഷങ്ങൾ എടുത്ത് തീരെ ശാരീരികമായി പോലും അവർ അവശരായിരിക്കും. അങ്ങനെ അവശതയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനം കടലിനും സൈന്യത്തിനും ഇടയിൽ നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിൽക്കുകയാണ്. ഇവിടെ മോശ എന്ന് പറയുന്ന ദൈവം സംസാരിക്കുന്ന, ദൈവനിയോഗമനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യനാണ് ഇസ്രായേൽ ജനതയെ മുൻപോട്ട് നയിക്കുന്നത്. അദ്ദേഹത്തോട് പോലും ദൈവം മുന്നമേൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, മോശ പോലും ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത്? നോക്കുക, മോശയോട് ദൈവം സംസാരിക്കുന്നയാളല്ലേ, മോശയോട് ദൈവം ഇടപെടുന്നയാളല്ലേ. ഒരുപക്ഷെ ഒരു പ്രവാചകനും പ്രാർത്ഥിക്കുന്നവന് പോലും നിങ്ങളുടെ മുൻപിലുള്ള വഴികൾ വെളിപ്പെട്ടു വന്നില്ല എങ്കിലും ഒരു കാര്യം ഈ വചനത്തിന്റെ അകത്ത് നിന്ന് ഉറപ്പോടെ ഞാൻ നിങ്ങളോട് പറയാം, തക്ക സമയത്ത് വഴികളെ വെളിപ്പെടുത്തുന്നവനാണ് ദൈവം. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് അത് വെളിപ്പെട്ടില്ല എന്ന് വരും, ഒരു പ്രവാചകനും അത് വെളിപ്പെട്ടില്ലെന്ന് വരും. പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ ഒന്നും കാണുന്നില്ല, ശൂന്യതകളാണെങ്കിലും മറഞ്ഞിരിക്കുന്ന ചില വിടുതലുകൾ തക്ക സമയത്ത് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കാരണം ഒരിക്കലും ചെങ്കടലിന്റെ കരയിൽ കൊണ്ടുവന്ന് തൻ്റെ ജനത്തെ നശിപ്പിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരെ അവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവരെ വിളിച്ചിറക്കിയവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടുന്നത്? ദൈവം മോശയോട് പറഞ്ഞു, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. ഇത് തന്നെയാണ് തൻ്റെ ജനത്തോട് ദൈവത്തിന് എന്നും പറയാനുള്ളത്. നിങ്ങൾ മുൻപോട്ട് പോവുക. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോഴും തകർന്നു പോകാതെ മുൻപോട്ട് വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വീണ്ടും മോശയ്ക്ക് സംശയമാണ്, എന്ത് ചെയ്യണം? നിന്റെ വടിയെ കടലിന്റെ നേരെ നീട്ടുക. മോശ തൻ്റെ കരം, തൻ്റെ വടി കടലിന്റെ നേരെ നീട്ടി എന്നാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മോശ കടലിന്റെ നേരെ നീട്ടുമ്പോൾ ബലഹീനമായ മോശയുടെ കൈകൾ ഒരു വലിയ സമുദ്രത്തിന്റെ നേരെ നീണ്ടാൽ എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ മറ്റൊരു വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത്, മോശയുടെ കരത്തിന്മീതെ ഇറങ്ങി വന്ന ഒരു യഹോവയുടെ അദൃശ്യ കരമുണ്ട്. സത്യത്തിൽ ദൈവമനുഷ്യനായ ആ മനുഷ്യൻ തൻ്റെ കരം ചെങ്കടലിന് നേരെ ഉയർത്തി താൻ അതെ ദൈവം പറഞ്ഞതനുസരിച്ച് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യകരം അവിടെ ഇറങ്ങി. യഹോവ ശക്തമായൊരു കാറ്റടിച്ചിട്ട്, കിഴക്കൻ കാറ്റടിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, ചെങ്കടലിനെ അവൻ രണ്ടാക്കി തീർത്തു എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, വിശുദ്ധന്മാർ തങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ, നാം നമ്മുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ചില മറഞ്ഞിരിക്കുന്ന വിടുതലുകളെ തക്ക സമയത്ത് മുൻപിൽ ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ അവർക്ക് വേണ്ടി അത്ഭുതകരമായൊരു വഴി തുറന്നു. നാം ചിന്തിക്കുവാൻ പോകുന്ന 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ട ജനം അവർ പാടുന്ന മനോഹരമായ പാട്ടുകളാണ്. അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മിര്യാമിന്റെ നേതൃത്വത്തിലുള്ള വലിയ ആരാധനയ്ക്ക് ശേഷമായിട്ട് വീണ്ടും അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് അവർ എത്തുന്നത്. ശൂർ എന്ന് പറയുന്ന മരുഭൂമിയാണ്. വേദപുസ്തകത്തിൽ ശൂർ എന്ന് പറയുന്ന മരുഭൂമിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 3 ദിവസത്തോളമാണെന്ന് തോന്നുന്നു അവർ അവിടെ വെള്ളമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ്. ഒന്ന് ചിന്തിക്കുക, മണിക്കൂറുകൾ പോലും നമുക്ക് കുടിവെള്ളമില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയത്തില്ലെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ 3 ദിവസം അവർക്ക് വെള്ളമില്ലാതെ അവർ വിഷമിച്ചു. 3 ദിവസം വെള്ളമില്ലാതെ അവർ വിഷമിച്ചിട്ട് അവർ എത്തിയ സ്ഥലം എന്ന് പറയുന്നത് മാറ എന്ന് പറയുന്ന സ്ഥലമാണ്. മാറ എന്ന് പറഞ്ഞാൽ കയ്പിന്റെ അനുഭവമാണ്. മാറയിൽ എത്തിയപ്പോൾ അവിടെ അവരൊരു ജലസ്രോതസ് കണ്ടു. വളരെ പ്രതീക്ഷയോടെ അവരവിടേക്ക് എത്തുകയാണ്. ഞങ്ങൾക്ക് കുടിക്കാൻ കിട്ടും. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളും ഒക്കെ വെള്ളം കുടിക്കാതെ ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഞങ്ങളുടെ മുൻപിലെത്തിയ ജലസ്രോതസ്സിനെ
അവർ പ്രതീക്ഷയോടെ അവിടേക്ക് ചെല്ലുമ്പോൾ അവരുടെ എല്ലാം പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആ വെള്ളം കുടിക്കുവാൻ കഴിഞ്ഞില്ല. ആ വെള്ളം കയ്പായിരുന്നു എന്നാണ് എഴുതിയത്. നോക്കുക, എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ് അല്ലേ? പ്രതീക്ഷയോടെ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആ പ്രതീക്ഷകളും അസ്ഥാനത്തായി. നമ്മളൊക്കെ പല കാര്യങ്ങളും വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്നവരാണ്. ദൈവത്തിൽ ആശ്രയിച്ച് തന്നെയാകാം നാം പ്രതീക്ഷയോടെ ചെയ്യുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുകയാണ്. നോക്കുക, ആ വെള്ളം കയ്പായിരുന്നു എന്നാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നു. പ്രതീക്ഷയോടെ എത്തിയിടത്ത് ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തുന്ന അനുഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മറഞ്ഞിരിക്കുന്ന ദൈവിക വിടുതലുകൾ. ഈ മാറായുടെ കരയിൽ മാറായുടെ കയ്പിനെ മാറ്റുവാനായിട്ടുള്ള ഒരു വൃക്ഷം ദൈവം കരുതി വെച്ചിരുന്നു എന്നുള്ളതാണ്. അത് മറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അവരവിടെ എത്തിയപ്പോൾ അത് മുളച്ചു വന്നതല്ല, അത് മുന്നേ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്രയും നാളുകളായി, കാലങ്ങളായി ഈ ആർക്കും അത് വെളിപ്പെട്ടു വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിത്യനായ ദൈവം, ത്രികാലജ്ഞാനിയായ ദൈവം തന്റെ ജനം ഒരു ദിവസം അവിടെ എത്തുമെന്നും അവർക്ക് കുടിക്കാൻ വെള്ളം ആവശ്യമാണെന്നും മനസ്സിലാക്കി ആ വൃക്ഷത്തെ ഒരു മനുഷ്യന്റെയും കണ്ണിൽപ്പെടാതെ താൻ അതിനെ അവിടെ മറച്ചു വെച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. മോശ ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 15-20 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവത്തോട് മോശ അപേക്ഷിച്ചപ്പോൾ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്, നീ ആ വൃക്ഷം വെട്ടി വെള്ളത്തിലിടുക, ആ വൃക്ഷത്തിന്റെ കയ്പ്, ആ വെള്ളത്തിന്റെ കയ്പ് മാറിയും എന്നുള്ളതാണ്. അങ്ങനെ മോശ അത് ചെയ്യുകയും അവർക്ക് കുടിക്കുവാനായി ആ വെള്ളം അതെ പഥ്യമായി തീരുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോക്കുക, ദൈവത്തിന്റെ കരുതൽ എത്ര വലിയതാണ്. നാം പോലും അറിയാതെ നമുക്ക് വേണ്ടി ചിലത് അവൻ കരുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിത യാത്രകളിലും നാം എത്തിച്ചേരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ കുഴയ്ക്കുന്ന ചില പ്രശ്നങ്ങളായിരിക്കും നമ്മളെ എതിരിടുന്നത്. കുഴഞ്ഞു മറിഞ്ഞ ചില വിഷയങ്ങളുടെ മുമ്പിലായിരിക്കാം നാം നിൽക്കുന്നത്. പക്ഷേ ആ കുഴയ്ക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരുതലുണ്ട്. മറഞ്ഞിരിക്കുന്ന ചില കരുതലുകളുണ്ട്, വിടുതലുകളുണ്ട്. അതപ്പോഴല്ല, ഒരു പക്ഷേ നാം അറിയുന്നതിന് മുമ്പേ നാം അവിടെ എത്തപ്പെടുമെന്ന് മനസ്സിലാക്കിയ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നിന്നും അവർ എലീമിലേക്ക് എത്തിയപ്പോൾ അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനകളും അവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നു. ഇല്ലേ? ഞാൻ ചിന്തിക്കുകയാണ്, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി ഓരോ ഗോത്രത്തിനും ഓരോ ഉറവകൾ, ധാരാളം വെള്ളം, ഇല്ലേ? ധാരാളം വെള്ളം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഭക്ഷണമായ, മരുഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണമായ ഈന്തപ്പനകൾ ദൈവം അവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഈ വചനത്തിന്റെ അകത്തു നിന്ന് പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യാത്രകളിൽ ഒരു വേളകളിൽ കഷ്ടവും ഒരു വേളകളിൽ വേദനകളുമാണെങ്കിലും തൻ്റെ ജനത്തിനു വേണ്ടി അവൻ ജലസ്രോതസ്സുകൾ കരുതി വെച്ചതുപോലെ നമുക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്ന ചില വിടുതലുകൾ, ദൈവത്തിന്റെ കരുതലുകൾ ഉണ്ടായിരുന്നു. പത്രോസും കൂടെയുള്ളവരും യേശുവിനുമൊക്കെ ടാക്സ് അടയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിൽ ഒരു മത്സ്യത്തിന്റെ വായിൽ ദൈവം തന്റെ കരുതൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ, അതെ, ഈ ദിവസങ്ങളിൽ നാം വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. ചില വിടുതലുകൾ നമുക്ക് വേണ്ടി അവൻ മറച്ചു വെച്ചിരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് ചോദിക്കുമ്പോൾ, അത് തലമുറ സംബന്ധമായിട്ടാകട്ടെ, ഭൗതിക വിഷയങ്ങളാകട്ടെ, ആത്മീക വിഷയങ്ങളാകട്ടെ, മറുപടിയില്ല എന്ന് നാം ചിന്തിക്കുന്ന വിഷയങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അനേക വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് എടുക്കുവാനായിട്ട് പറ്റും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവിക വിടുതലുകൾ കാലാകാലങ്ങളിൽ വെളിപ്പെടും. ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷ ജീവിതത്തിലെ അനുഭവത്തിൽ, കുഞ്ഞുങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, പല വേളകളിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന പല ദൈവിക വിടുതലുകളെയും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. ദൈവം എത്ര വിശ്വസ്തനാണ്, ദൈവത്തിന്റെ കരുതലുകൾ എത്ര ശ്രേഷ്ഠമാണെന്ന് ആ തക്ക സമയത്ത് നാം അറിയുന്നതിന് മുമ്പേ അവൻ നമുക്ക് വേണ്ടി അതെല്ലാം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, അതെ, ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് വർണ്ണനാതീതമാണ്. ദൈവത്തിന്റെ കരുതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറമാണ്. അതുകൊണ്ട് ആ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുക, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക, അവന്റെ വചനത്തിൽ ആശ്രയിച്ച് അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.